എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു പഴയകാല നാടൻ പലഹാരമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന വളരെ സ്വാദേറിയ നല്ലൊരു പലഹാരം കൂടിയാണ്. ഇന്ന് ഞാൻ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ്. വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി വെക്കണേ. 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് പഴയകാല നാടൻ പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അരി നേരത്തെ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അരി കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കഴുകിയതിനു ശേഷം ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം തന്നെ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. കുറച്ച് അരി എടുത്തിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട വടി റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ടും ഇതുപോലുള്ള പലഹാരം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കൈവശം റേഷൻ അരിയാണ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉടൻ തന്നെ റൈസ് ഒന്ന് വറുത്തെടുക്കാം. റൈസ് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നല്ല മുരുമുരാന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കണം. നല്ലോണം മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും. ആ ഒരു പാകം വരെയും നമുക്ക് വറുത്തെടുക്കാം. അരിയൊന്ന് മൂപ്പായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം അളവിൽ ബദാം പരിപ്പ് ചേർക്കാം. നിങ്ങളുടെ കൈവശം ബദാം പരിപ്പ് ഇല്ലെങ്കിൽ കാഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അരി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ബദാം പരിപ്പ് കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൂപ്പാകുന്ന സമയത്ത് നമ്മളൊന്ന് വായിലിട്ട് കടിച്ചു നോക്കിയാൽ ഒന്ന് പൊട്ടിത്തിരിക്കുന്ന പാകമായി കിട്ടും. അതുവരെയാണ് നമുക്ക് ഈ അരി ഒന്ന് കരിയാതെ വറുത്തെടുക്കേണ്ടത്. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചുമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അരി നല്ലോണം മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചൂടാറ്റിയെടുക്കണം. ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന്റെ ചൂടാറ്റിയെടുക്കുവാണ്. അതിനുശേഷം ചൂടാറി വരുമ്പോഴേക്കും ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലൊരു അരമുറി നാളികേരം നമുക്കൊന്ന് തിരുമ്മിയും കൂടെ വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 400 ഗ്രാം അളവിൽ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കുന്നതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ തിളപ്പിച്ച് ഇതിന്ന് ലയിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി അടുപ്പിൽ നിന്ന് മാറ്റാം. വീണ്ടും നമ്മൾ അരി വറുത്തെടുത്തിട്ടുള്ള അതേ ചീനച്ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എടുത്തിട്ടുള്ള നാളികേരം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാളികേരം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അധികം ഒന്നും മുരിയിച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെള്ളമെല്ലാം വറ്റി വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ അരിയുടെ ചൂടും മാറി വന്നിട്ടുണ്ട്. ഇത് 2 ഭാഗമായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചുകൂടെ എടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ഒരു 12 ഏലക്ക കൂടെ ഇതിലേക്ക് ചേർക്കണം. ഏലക്കയുടെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമായിരിക്കണം കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അരി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നാളികേരം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിക്കുവാണ്. ഇതിൽ നിന്നും 1/2 ഗ്ലാസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കണം. പിഞ്ചളവിൽ ഉപ്പ് ചേർക്കുവാണ്. കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര പാനി ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ അരിയും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ശർക്കര പാനി അധികം ഒറ്റനൂൽ പരുവൊന്നും ആയിട്ടില്ല. കാരണം നമ്മളിത് 4 മണിക്ക് കഴിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. കുറെ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ടല്ല ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഈ പൊടി കുറേശ്ശെയായിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി 1/2 ഗ്ലാസോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 3/4 ഗ്ലാസോളം ശർക്കര പാനി ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ചട്ടിയുടെ ചൂടിലിട്ട് കൊടുത്ത് തന്നെ ഇതെല്ലാം നല്ലതായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ അരിയുണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കൈ വെച്ച് കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് ഇങ്ങനെ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഓരോ ബോളും നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. കൈ പൊള്ളാതിരിക്കാനും വേണ്ടിയിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ രണ്ടാമത്തെ ബോളും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ എല്ലാ അരിയുണ്ടയും ഞാനിവിടെ ഷേപ്പാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള അരി വെച്ചിട്ടും ഇതുപോലൊരു നാടൻ പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പലഹാരത്തിന്റെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.